പ്രണയത്തിലായിരിക്കുന്ന ഒരു സ്ത്രീ അവർ കാണിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ കാണിക്കുന്ന കുറച്ച് ആകർഷകമായ കുറച്ച് സൈക്കോളജിക്കൽ ഫാക്ട്സുകൾ അതുവഴി നമുക്ക് അവളൊരു പ്രണയത്തിലാണോ അല്ലയോ എന്നുള്ളത് ഉറപ്പിക്കാം എന്നാണ് സൈക്കോളജി പറയുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രണയം രസകരമായ ഒരു അത്ഭുതമായിരിക്കാം, പക്ഷേ സ്ത്രീകളുടെ കാര്യത്തിൽ അത് കൂടുതൽ ആകർഷകമായിട്ട് മാറുന്നു. സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതി മുതൽ അവർ അനുഭവിക്കുന്ന മാനസിക മാറ്റങ്ങൾ വരെ പ്രണയത്തിലായ സ്ത്രീകൾ ആവേശകരമായ ഒരു മാറ്റത്തിലൂടെ കടന്നു പോകുന്നു എന്ന് വേണം പറയാൻ. അപ്പോൾ പ്രണയത്തിലാകുമ്പോൾ സ്ത്രീകൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നതിനെക്കുറിച്ച് ശാസ്ത്രം എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു സ്ത്രീയുടെ മനസ്സിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആകുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിൽ ഫസ്റ്റ് വൺ എന്താണെന്ന് നോക്കാം. ഇത്തരത്തിലുള്ളൊരു സ്നേഹബന്ധം അവളുടെ തലച്ചോറിന്റെ രസതന്ത്രത്തെ തന്നെ മാറ്റുന്നു എന്നാണ് സൈക്കോളജി പറയുന്നത്. പ്രണയത്തിലാകുക എന്നത് വെറും ഒരു വൈകാരിക അനുഭവമല്ല, അതൊരു ജൈവശാസ്ത്രപരമായ അനുഭവമാണ്. ഒരു സ്ത്രീ പ്രണയത്തിലാകുമ്പോൾ അവളുടെ തലച്ചോറിൽ കുറച്ച് മാറ്റങ്ങളെല്ലാം സംഭവിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഒരു രാസകുതിപ്പ് തന്നെ അവളുടെ തലച്ചോറിൽ ഉണ്ടാകുന്നുണ്ട്. ഓക്സിറ്റോസിൻ, ഡോപ്പമൈൻ, സെറോട്ടോണിൻ ഇവയുടെ എല്ലാം ഒരു രാസകുതിപ്പ് അവളുടെ തലച്ചോറിൽ ഉണ്ടാകുന്നുണ്ട്. അവൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായി ആത്മാർത്ഥമായി ബന്ധപ്പെട്ടിരിക്കുന്നതായും സന്തോഷവതിയായിരിക്കുന്നതായും അവൾക്ക് അതുകൊണ്ട് തോന്നുന്നു. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. വൈകാരിക സുരക്ഷയുടെ ഒരു തീവ്രത അവൾക്ക് അനുഭവപ്പെടുന്നു എന്ന് വേണം പറയാൻ. ശാരീരിക ആകർഷണത്തിന് മുൻഗണന നൽകുന്ന പുരുഷന്മാരെ പോലെയല്ല സ്ത്രീകൾ പലപ്പോഴും പ്രണയത്തിൽ വളരെ ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് പോകാറുണ്ട്. ഒരു സ്ത്രീ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും സുരക്ഷ, വിശ്വാസം, സ്ഥിരത എന്നിവയ്ക്കെല്ലാമാണ്. തന്റെ വികാരങ്ങൾക്ക് ഉത്തരം ലഭിക്കുമെന്നും തന്നെ ഉപേക്ഷിക്കില്ലെന്നും അറിഞ്ഞുകൊണ്ട് പങ്കാളിയുമായി ഒരു സുരക്ഷിതത്വം അനുഭവിക്കാൻ അവൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അവളുടെ മുൻഗണനകൾ പങ്കാളിയിലേക്കായിട്ട് മാറുന്നു എന്ന് വേണം പറയാൻ. അതായത് ഒരു സ്ത്രീ പ്രണയത്തിലായിരിക്കുമ്പോൾ അവളുടെ ആവശ്യങ്ങളെല്ലാം അല്ലെങ്കിൽ അവളുടെ ഇഷ്ടങ്ങളെല്ലാം മാറാൻ തുടങ്ങുന്നു. അവൾ തന്റെ പങ്കാളിയെ തന്റെ ദൈനംദിന ഷെഡ്യൂളിന്റെ ഒരു അടിസ്ഥാന ഭാഗമായിട്ട് മാറ്റാൻ തുടങ്ങും. ദിവസം മുഴുവനും തന്റെ പ്രിയപ്പെട്ടവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അനുയോജ്യമായ രീതിയിൽ അവൾ ഷെഡ്യൂൾ ചെയ്യും. എന്തിനേറെ പ്രായശ്ചിത്തങ്ങൾ പോലും അവന് വേണ്ടി മാത്രമായിരിക്കും. അവളുടെ മനസ്സിൽ ഈ ഒരു വ്യക്തി മാത്രമുള്ളൂ എന്നതുകൊണ്ട് തന്നെ അവളുടെ തലച്ചോറിന്റെ ഒരു വർദ്ധിച്ച ശ്രദ്ധ, അതായത് ഏറ്റവും കൂടിയ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും ഈ വ്യക്തിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ മാറ്റം സ്വാഭാവികമായിട്ടും സംഭവിക്കും. ഇനി നാലാമത്തെ പോയിന്റ് നോക്കാം. പങ്കാളിയോട് സംസാരിക്കുമ്പോൾ അവളുടെ ശബ്ദം മൃദുവാകുന്നു എന്നാണ് സൈക്കോളജി പറയുന്നത്. സ്ത്രീകൾ സ്നേഹിക്കുന്ന ഒരാളോട് സംസാരിക്കുമ്പോൾ അറിയാതെ തന്നെ അവരുടെ ശബ്ദത്തിന്റെ സ്വരം മാറുന്നതായിട്ട് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അവരുടെ ശബ്ദം കൂടുതൽ സൗമ്യവും കൂടുതൽ സ്ഥിരതയുമുള്ളതായിട്ട് മാറുന്നു. ഇത് ഊഷ്മളതയും അടുപ്പവും ആശയവിനിമയവും ചെയ്യുന്നതിനുള്ള ഒരു മാർഗമാണ്. കൂടുതൽ ആഴത്തിലും അതുപോലെ തന്നെ ഇമോഷണൽ ആയിട്ടും ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇത് അവരെ ഹെൽപ്പ് ചെയ്യും. ഇനി അഞ്ചാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. പങ്കാളിയെക്കുറിച്ചുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവൾ ഓർത്തു വെക്കും എന്നുള്ളതാണ്. ആഴ്ചകൾക്ക് മുമ്പ് നിങ്ങൾ പറഞ്ഞ ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങളുടെ കാമുകി ഓർത്തു വെക്കും. എന്തുകൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കാരണം പ്രണയം ഒരു സ്ത്രീയുടെ ഓർമ്മശക്തിയെ അവളുടെ പങ്കാളിയുമായി ബന്ധപ്പെട്ട താല്പര്യങ്ങളുള്ള എല്ലാ കാര്യങ്ങളിലും അത് മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. തലച്ചോറിലെ ഓർമ്മശക്തിക്ക് കഴിവുള്ള ഭാഗമായ ഹിപ്പോ ക്യാമ്പസിനുള്ളിലെ പ്രവർത്തനം മൂലമാണ് ഇത് പലപ്പോഴും സംഭവിക്കുന്നത്. ചെറിയ വിശദാംശങ്ങൾ പോലും അവൾക്ക് പ്രധാനമായതിനാൽ അവൾ അവയിൽ ഉറച്ചു നിൽക്കുകയും ഓർമ്മിച്ചു വെക്കുകയും ചെയ്യുന്നു. ഇനി ആറാമത്തെ പോയിന്റ് നോക്കാം. സ്നേഹം അവളിൽ ഒരു സംരക്ഷണ ബോധത്തെ ഉണർത്തുന്നു എന്നാണ് പറയുന്നത്. സ്ത്രീകൾ സാധാരണയായി എല്ലാത്തിലും പിന്തുണയ്ക്കുന്നവരാണ്, പക്ഷെ അവർ പ്രണയത്തിലാവുമ്പോൾ ഈ സ്വഭാവം വർദ്ധിക്കുന്നു. അവർ തന്റെ പങ്കാളിയുടെ ക്ഷേമത്തിനായി കൂടുതൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു. അവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ പങ്കാളിക്ക് മോശമായിട്ട് വരാൻ ഇടയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുകയാണെങ്കിൽ അവർ വളരെ നല്ല രീതിയിൽ തന്നെ പ്രതിരോധിക്കുകയും അതുപോലെ വികാരങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യും. വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ അവരെ സംരക്ഷിക്കുകയും ചെയ്യും. ഈ അവബോധം മനുഷ്യ പുരോഗതിയിൽ ആഴത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ സ്ത്രീകൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അതിജീവനം ഉറപ്പാക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ശരിക്കും ഇത്തരത്തിൽ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നത് മനുഷ്യ സഹജമാണ്. പക്ഷെ സ്ത്രീകൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഒരു പ്രധാന പങ്കാണ് വഹിക്കുന്നതെന്നാണ് സൈക്കോളജി പറയുന്നത്. ഇവരാണ് ഇതിൽ മുന്നിട്ട് നിൽക്കുന്നതും. ഏഴാമത്തെ പോയിന്റ് നോക്കാം. സ്ത്രീകൾക്ക് ശാരീരിക സ്പർശനം കൂടുതലായിട്ട് വേണം. പ്രണയത്തിലായ സ്ത്രീകൾക്ക് ശാരീരിക അടുപ്പത്തിനായിട്ടുള്ള ആഗ്രഹം വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം. ഇതൊരു ഹഗ്ഗോ അല്ലെങ്കിൽ ഒരു കിസ്സോ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾക്കും കാരണമാകില്ല. മാത്രമല്ല പങ്കാളിയുടെ കൈ പിടിക്കാൻ വരുന്നതോ അല്ലെങ്കിൽ ഒന്ന് തലയിൽ തൊടുന്നതോ അല്ലെങ്കിൽ ഒന്ന് തോളിൽ തലചാച്ചിരിക്കുന്നതോ പോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമായിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. അത്തരത്തിലുള്ള സ്പർശനങ്ങൾക്ക് ഇത് കാരണമാവുകയുള്ളൂ.
ഇത്തരത്തിലുള്ള സ്പർശനം ഓക്സിറ്റോസിൻ വർദ്ധിപ്പിക്കും. ഇത് പങ്കാളികൾ തമ്മിലുള്ള ആവേശകരമായ ബന്ധം അത് ശക്തിപ്പെടുത്തും. ഇനി 8ാമത്തെ പോയിന്റ് നോക്കാം. അവൾ തൻ്റെ പങ്കാളിയുടെ പെരുമാറ്റത്തെ പ്രതിഫലിപ്പിക്കുന്നു അല്ലെങ്കിൽ പ്രതിഫലിപ്പിക്കും എന്ന് വേണം പറയാൻ. ശരിക്കും ഒരു സ്ത്രീ ഒരാളെ സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ പ്രത്യേകതകൾ അല്ലെങ്കിൽ അവരുടെ സംഭാഷണ രീതികൾ, ശരീരഭാഷ എന്നിവയെല്ലാം അനുകരിക്കാനും പ്രതിഫലിപ്പിക്കാനും തുടങ്ങും. ഇത്തരത്തിലൊരു സ്ത്രീ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ വളരെ ആഴത്തിലും അതുപോലെ തന്നെ ആ ബന്ധത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും കാണുന്നുണ്ട്. തുടർന്നും ഇത്തരം കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബന്ധം തുടർന്ന് കൊണ്ടുപോകാനായിട്ടും അവർ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുമായി അവർ പ്രണയത്തിലാണ് എന്നതിൻ്റെ അടയാളമാണിത്. ഇനി 9ാമത്തെ പോയിന്റ് നോക്കാം. അവൾ തൻ്റെ വികാരങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് തുറന്നു പറയുന്നു. സ്ത്രീകൾ പുരുഷന്മാരേക്കാൾ കൂടുതൽ വികാരഭരിതരാണെങ്കിലും പ്രണയത്തിലാകുന്നത് ഇതിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നു. സ്നേഹം നിസ്സഹായത വളർത്തുന്നതിനാൽ അവൾ തൻ്റെ ഏറ്റവും ആഴത്തിലുള്ള ഭയങ്ങളും സ്വപ്നങ്ങളും അനിശ്ചിതത്വങ്ങളും പങ്കാളിയുമായി പങ്കിടാൻ തുടങ്ങുന്നു. ഈ വികാരഭരിതമായ സത്യസന്ധതയാണ് കൂടുതൽ ആഴമേറിയതും അർത്ഥവത്തായതുമായ ഒരു ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള അവളുടെ മാർഗവും. ഇനി 10ാമത്തെ പോയിന്റ് നോക്കാം. സ്ത്രീ തൻ്റെ പങ്കാളിയുടെ കൂടെ ആയിരിക്കുമ്പോൾ അവളുടെ സമ്മർദ്ദങ്ങളുടെ നില അത് കുറയുമെന്നാണ് സൈക്കോളജി പറയുന്നത്. പ്രണയം ഒരു സ്വാഭാവിക സമ്മർദ്ദ പരിഹാരമായിരിക്കാം. പക്ഷേ ഒരു സ്ത്രീ താൻ സ്നേഹിക്കുന്ന ഒരാളുടെ അടുത്തായിരിക്കുമ്പോൾ അവളുടെ കോർട്ടിസോൾ അളവ് മൊത്തത്തിൽ കുറയുമെന്നാണ് സൈക്കോളജി പറയുന്നത്. പങ്കാളിയുമായി അടുത്തിടപഴകുന്നത് അവൾക്ക് ശാന്തതയും സുരക്ഷിതത്വവും നൽകും. ജീവിതത്തിലെ വെല്ലുവിളികളെ കൂടുതൽ എളുപ്പത്തിൽ പര്യവേക്ഷണം ചെയ്യുന്നതിന് അവൾക്കൊരു മാറ്റം ഉണ്ടാവുകയും ചെയ്യും. ഇനി 11ാമത്തെ പോയിന്റ് നോക്കാം. അവൾ തൻ്റെ പങ്കാളിയുടെ ലോകത്തിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നു. പ്രണയത്തിലായ ഒരു സ്ത്രീക്ക് തൻ്റെ പങ്കാളിയെക്കുറിച്ച് മാത്രമല്ല ജിജ്ഞാസയുള്ളത്, അവൾ അവരെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളിലും ആകാംക്ഷയുള്ളവളായിരിക്കും. അവരുടെ താല്പര്യങ്ങൾ, വിനോദങ്ങൾ, അവരുടെ പോരാട്ടങ്ങൾ എന്നിവ അറിയാനായിട്ട് അവൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അവരുടെ ദിവസം, സ്വപ്നങ്ങൾ, നിരാശകൾ എന്നിവയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവൾ അതെല്ലാം വളരെ ക്ഷമയോടും ആകാംക്ഷയോടും കൂടി കേട്ടിരിക്കും. അതിനെക്കുറിച്ച് അറിയാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നത് കൊണ്ടാണിത്. ഇനി 12ാമത്തെ പോയിന്റ് നോക്കാം. പ്രണയത്തിലായിരിക്കുന്ന സ്ത്രീകൾ അവർക്ക് കിട്ടുന്ന വിലയേറിയ ഗിഫ്റ്റുകളെക്കാളെല്ലാം വിലമതിക്കുന്നത് നിങ്ങളുടെ പ്രവൃത്തികളെ ആയിരിക്കും. അതായത് നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ. വിലയേറിയ സമ്മാനങ്ങൾ അംഗീകരിക്കപ്പെടില്ല എന്നല്ല, അംഗീകരിക്കപ്പെടും. എങ്കിലും പ്രണയത്തിലായ സ്ത്രീകൾ യഥാർത്ഥത്തിൽ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് തൻ്റെ പാർട്ട്ണർ തനിക്ക് ചെയ്തു തരുന്ന ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. അതായത് നിങ്ങളുടെ പ്രവൃത്തികളായിരിക്കും. അതിപ്പോൾ അവരെ ഏതെങ്കിലും രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതാകാം, മെൻ്റലി സപ്പോർട്ട് ചെയ്യുന്നതാകാം, ഇല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം നിങ്ങൾ ചെയ്തു കൊടുക്കുന്നതാവാം. ഈ ഹസ്ബൻഡും വൈഫും ആണെങ്കിൽ തന്നെ ചെറിയതായിട്ട് രാവിലെ ഇപ്പോൾ അവർക്ക് വയ്യെന്ന് പറയുമ്പോൾ രാവിലെ ഒരു കാപ്പി ഉണ്ടാക്കി കൊടുക്കുന്നതാവാം. അത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രവൃത്തികൾ പോലും അവർ ആസ്വദിക്കുകയും അതിന് വളരെയധികം ഇമ്പോർട്ടൻറ്റ് കൊടുക്കുകയും ചെയ്യും. ഇനി 13ാമത്തെ പോയിന്റ് നോക്കാം. പ്രണയം അവളുടെ സമയത്തെക്കുറിച്ചുള്ള ആ ഒരു ധാരണ തന്നെ മാറ്റുമെന്നാണ് പറയുന്നത്. പ്രണയത്തിലായിരിക്കുന്ന സ്ത്രീകൾക്ക് സമയം വളരെ വേഗത്തിൽ പോകുന്നതായിട്ട് തോന്നുന്നു എന്നാണ് സൈക്കോളജി പറയുന്നത്. പങ്കാളിയുമായിട്ട് ചിലവിടുന്ന ആ മണിക്കൂറുകൾ മിനിറ്റുകൾ പോലെയാണ് അവർക്ക് തോന്നുക, അതുപോലെയാണ് അവർക്ക് അനുഭവപ്പെടുക. അതേസമയം വേർപിരിയൽ എന്ന് പറയുന്നത് അവർക്ക് വളരെ വേദനാജനകമായൊരു കാര്യമായിട്ടും അനുഭവപ്പെടും. സാധാരണയായി ഡോപ്പമൈൻ്റെ അളവ് വർദ്ധിക്കുന്നതിന് കാരണം ഇത് തലച്ചോറിൻ്റെ സമയത്തെക്കുറിച്ചുള്ള തിരിച്ചറിവിനെ ബാധിക്കുന്നു. ഇനി 14ാമത്തെ പോയിന്റ് നോക്കാം. ഭാവിയെക്കുറിച്ച് അവൾ കൂടുതൽ ശുഭാപ്തി വിശ്വാസമുള്ളവളാകുന്നു. സ്നേഹം ഒരു സ്ത്രീയുടെ ആത്മവിശ്വാസമുള്ള വശം പുറത്തു കൊണ്ടുവരുന്നു. അവൾ തൻ്റെ പങ്കാളിയുമായി ഒരു ഭാവി സങ്കല്പിക്കാൻ തുടങ്ങുന്നു, പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു, ബന്ധത്തിനായി ലക്ഷ്യങ്ങൾ വെക്കുന്നു. വാസ്തവത്തിൽ ദീർഘകാല പ്രതിബദ്ധതകളിൽ അവൾ ഒരിക്കൽ മടി കാണിച്ചിരുന്നെങ്കിൽ വരാനിരിക്കുന്ന സാധ്യതകൾ സ്വീകരിക്കാൻ അവളെ പ്രേരിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗം പ്രണയമാണ്. ഇനി 15ാമത്തെ പോയിന്റ് നോക്കാം. അവൾ നിരുപാധികം സ്നേഹിക്കുന്നു, പക്ഷേ പരിധികളുണ്ട്. പ്രണയത്തിലായ സ്ത്രീകൾ ഒരു ബന്ധത്തിനായി തങ്ങളുടെ എല്ലാം ദാനം ചെയ്യുന്നു. സ്നേഹം അവൾക്ക് ക്ഷമയും മനസ്സിലാക്കലും എല്ലാം നൽകുന്നു. പക്ഷേ അവൾ നിസ്സാരമായി കാണപ്പെടുന്നത് അവൾക്ക് സഹിക്കാനേ ആവുകയില്ല. ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു സ്ത്രീ ബന്ധത്തിനായി പോരാടും, പക്ഷേ എപ്പോൾ വിട്ടു നിൽക്കണമെന്നും അവൾക്കറിയാം. പ്രണയത്തിലായിരിക്കുന്ന സ്ത്രീകളെക്കുറിച്ചുള്ള കുറച്ച് സൈക്കോളജിക്കൽ ഫാക്ട്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്തത്. പ്രണയം വെറും ഒരു വികാരമല്ല. ഒരു സ്ത്രീ ചിന്തിക്കുന്ന രീതിയിലും മുന്നോട്ടു പോകുന്ന രീതിയിലും ചുറ്റുമുള്ള ലോകവുമായി ഇടപഴകുന്ന രീതിയിലും സ്വാധീനം ചെലുത്തുന്ന ഒരു മാറ്റമാണിത്. ആഴത്തിലുള്ള ആവേശകരമായ ബന്ധങ്ങൾ മുതൽ ചെറിയ അവ്യക്തമായ പെരുമാറ്റങ്ങൾ വരെ പ്രണയത്തിലായ സ്ത്രീകൾ ഒരു പരിധിവരെ മാനസിക മാറ്റങ്ങൾ കാണിക്കുന്നു. അത് പ്രണയത്തെ ഇത്രയും മനോഹരമായ ഒരു കൂടിക്കാഴ്ചയാക്കുന്നു എന്ന് വേണം പറയാൻ.